നമസ്കാരം, എല്ലാവർക്കും സുഖം കരുതുന്നു. നമ്മൾ ഇന്ന് ഒരു പിക്സൽ LED ഉപയോഗിച്ചുകൊണ്ട് റണ്ണിങ് ലൈറ്റ് പല വൈഫൈ കണക്ട് ചെയ്യാവുന്ന ESP32 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈഫൈ മോഡ്യൂൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വയർലെസ് ആയിട്ട് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്ക്രീനോ LED ലൈറ്റുകളോ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ തൽക്കാലം ഞാൻ ഇവിടെ ഒരു സ്റ്റാറിന്റെ ഷേപ്പിലാണ് LED കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് LED സ്റ്റാറിന്റെ ഷേപ്പിലാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കുക. ഇവിടെ ഞാൻ LEDയുടെ പവർ സപ്ലൈ ESP32 മോഡ്യൂളും ഇതിന്റെ പുറകിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പവർ സപ്ലൈ ഒന്നും കാണാത്ത വിധത്തിൽ, അപ്പം LED മാത്രമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ, ആ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും LED കട്ട് ചെയ്യാം. ഇത് ചേസിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നു. എല്ലാ കളറും മാറി മാറി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ESP32 കണക്ട് ചെയ്യുക. അതിനകത്തേക്ക് ആദ്യം നമുക്ക് വേണ്ട ഒരു LED സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആദ്യം WFD എന്നുള്ള സോഫ്റ്റ്വെയർ ഗൂഗിൾ ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ബട്ടണിലേക്ക് പോകും. അപ്പോൾ ഇൻസ്റ്റാളേഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേർഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ USB കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ പോർട്ട് 9 ആണ്. പോർട്ട് 9 സെലക്ട് ചെയ്തിട്ട് കണക്ട് എന്ന് കൊടുക്കുക. അപ്പം പോർട്ട് 9 കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ഷനിലേക്ക് പോകും. അതിനുശേഷം ഇൻസ്റ്റാൾ WLED എന്നുള്ള ഓപ്ഷൻ പോകുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നു. അപ്പം അത് ഇൻസ്റ്റാളേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 1-2 മിനിറ്റ് എടുക്കും. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 144 LED. 1 മീറ്റർ 144 LED. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 1 മീറ്ററിൽ 60 LED ഉള്ളതുണ്ട്, 1 മീറ്ററിൽ 144 ഉള്ളതുണ്ട്. ഇവിടെ ESP32 13 പിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡാറ്റ കണക്ഷൻ. ഈ LEDക്ക് നമുക്ക് പവർ പ്ലസ് 5 വോൾട്ടും ഗ്രൗണ്ടും ഡാറ്റ പിന്നും 3 പിന്നാണ് ഈ LED സ്ട്രിപ്പ് ഉണ്ടാവുക. 5 വോൾട്ടും ഗ്രൗണ്ടും പവർ സപ്ലൈ കൊടുക്കണം. ആ 5 വോൾട്ട് എടുത്ത് ESP കൊടുക്കണം. ESP ഒരിക്കലും LED വരരുത്, അത് ഓവർലോഡ് ആയി ESP ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും 5 വോൾട്ട് പവർ സപ്ലൈ സെപ്പറേറ്റ് ആയിട്ട്, ഞാനിവിടെ 5 വോൾട്ട് 10 ആംപിയറിന്റെ ഒരു പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എത്ര LED വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് അത്രയ്ക്ക് LED നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 96% കാണിക്കുന്നു. ഈ സോഫ്റ്റ്വെയർ ഇപ്പം ESP-യിലേക്കാണ് ഇൻസ്റ്റാൾ ആയത്. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വൈഫൈ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് വൈഫൈ അതിനകത്ത് ഏതാണോ വൈഫൈ, ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള പല വൈഫൈയും കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വൈഫൈ സെലക്ട് ചെയ്തു. അതിനകത്ത് നമ്മുടെ പാസ്വേഡ് ഇട്ട് കൊടുക്കുക, കണക്ഷൻ കൊടുക്കുക. അപ്പം വൈഫൈ മോഡ്യൂൾ, അതായത് നമ്മുടെ ESP32, ESP826 നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ESP32 ആണ് ഉപയോഗിച്ചത്. അതിനുശേഷം അപ്പം ഇതിൻ്റെ ഡാറ്റ നമുക്ക് വൈഫൈയിലേക്ക് ഈ മോഡ്യൂൾ കണക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഇപ്പൊ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണക്റ്റ് ആയി നമ്മുടെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇത് LED എടുത്തുകൊണ്ട് പോയാൽ അവിടുത്തെ വീണ്ടും ചെയ്യണം. ഇപ്പൊ കണക്റ്റ് ആയി കഴിഞ്ഞാൽ വിസിറ്റ് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിന്റെ വെബ് പേജിനകത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ LED പല കളർ, പല ഓപ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടും ഈ സോഫ്റ്റ്വെയറിൽ. ചേസിങ്, LED എന്ത് സംഭവിക്കണം, നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നതിനനുസരിച്ചുള്ള, അപ്പം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന LED പല 100 LED ഉണ്ടെങ്കിൽ 100 എണ്ണം ചേസ് ബ്ലിങ്ക്, പല കളർ മാറും. അത് നിങ്ങൾ ഓരോന്ന് ഇപ്പം സെലക്ട് ചെയ്യുമ്പോൾ LED വരുന്ന മാറുന്നത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എഫക്ട് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. അത് പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാനിവിടെ 5 വോൾട്ട് 10 ആംപിയർ ഉള്ള ഒരു പവർ സപ്ലൈ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ LED എണ്ണം അനുസരിച്ച് എത്ര കറണ്ട് എടുക്കുന്നതനുസരിച്ച് സാധാരണ രീതിയിൽ ഒരു 5 ആംപിയറിന്റെ പവർ സപ്ലൈ ഒക്കെ മതിയാവും, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ. ഇനി മൊബൈലിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് മൊബൈലിനകത്ത് ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും WLED എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ LED വരും. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ആപ്പിനകത്ത് കാണിക്കും. അത് ഇൻസ്റ്റാൾ കൊടുക്കുക, WLED എന്നുള്ള ഇത് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അത് ഇൻസ്റ്റാൾ ആകാനുള്ള സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ചെയ്ത എല്ലാ ഓപ്ഷൻസും അതിനകത്തും നമുക്ക് കിട്ടും. അതനുസരിച്ചിട്ടാണ് അത് ഇതിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക്
എത്ര LED വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലസ് ബട്ടണെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡിസ്കവർ ലൈറ്റ്സ് എന്ന് കൊടുക്കുക. ഡിസ്കവർ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ESP മോഡ്യൂളിനെ ഈ മൊബൈൽ സെർച്ച് ചെയ്യും. അപ്പം സെർച്ച് ചെയ്ത് നമ്മുടെ മോഡ്യൂൾ അത് കണ്ടെത്തും. അത് കണ്ടെത്തി കഴിയുന്നവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ LED എത്ര എണ്ണം വേണമെന്നുള്ള ഈ അലി എക്സ്പ്രസിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. നിങ്ങൾക്ക് ഏതാണോ ഓൺലൈനിൽ കിട്ടുന്നത് അവിടെ നിന്ന് അലി എക്സ്പ്രസിൽ നിന്ന് മേടിക്കാം. ESP32 നമുക്ക് നാട്ടിലായാലും കിട്ടും. അപ്പം എത്ര LED വേണം, LED പിക്സൽ നോക്കി എത്ര LED 1 മീറ്റർ വേണം എന്നുള്ളത് അനുസരിച്ച് വേണം നമുക്ക് വാങ്ങാൻ. കാരണം നമ്മുടെ LED ഷേപ്പ്, ഞാനിപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് കുറെ 288 LED 144ന്റെ 2 മീറ്റർ, അതായത് 1 മീറ്റർ 244 LED ഉള്ള 2 എണ്ണമാണ് ഞാൻ മേടിച്ചത്. അങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഫൗണ്ട് വയർലെസ് LED എന്ന് കണ്ടു കഴിഞ്ഞാൽ ISP മോഡ്യൂൾ കണ്ടു എന്നാണ് അർത്ഥം. അപ്പം ടിക്കയിൽ മുകളിൽ കിടക്കുന്ന ശരി ടിക്ക് ചെയ്യുമ്പോൾ താഴെ ഓൺലൈനിൽ ഒരെണ്ണം കാണിക്കും. ഞാൻ നേരത്തെ കണക്ട് ചെയ്യാൻ ശ്രമിച്ച IP ആണ് നേരത്തെ കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആദ്യം ലാപ്ടോപ്പിൽ ചെയ്ത എല്ലാ ഓപ്ഷനും മൊബൈലിന് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് LED പല എഫക്ട്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ LED ഓൺലൈൻ വാങ്ങി കണക്ട് ചെയ്ത് ഒരു ESP32 മോഡ്യൂളും ഒരു പവർ സപ്ലൈയും മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തോളം LED ഇത് പിക്സൽ LED എന്നോ അല്ലെങ്കിൽ AP102 എന്നോ WX282 എന്നൊക്കെ പറഞ്ഞ 3-4 മോഡൽ LED ഉണ്ട്. ഇത് ഏതും വർക്ക് ചെയ്യും. LEDക്ക് 3 പ്ലസും മൈനസും അതിൻ്റെ ഡാറ്റ പിന്നുമാണ് ഉള്ളത്. ഒരു LED ഔട്ട്പുട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര LED വേണം എന്നുള്ളതെല്ലാം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യം സെറ്റിങ്ങിൽ പോവുക, കോൺഫിഗറേഷനിൽ പോവുക. കോൺഫിഗറേഷനിൽ പോയിട്ട് കോൺഫിഗറേഷൻ ബട്ടൺ ഇതല്ല മാറിപ്പോയി. കോൺഫിഗറേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ LED പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് എത്ര കറന്റ് വേണം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ. 2500 മില്ലി ആംപിയർ, 2.5 ആംപിയറാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓവർലോഡായി പവർ സപ്ലൈ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അതനുസരിച്ച് കൂട്ടോ കുറയ്ക്കാൻ ചെയ്യാം. അപ്പോൾ LED ബ്രൈറ്റ്നസ് ഇച്ചിരി കുറയും. അതിനുശേഷം നിങ്ങൾ ഞാൻ ഇവിടെ ബൈനറി ഇൻപുട്ട് 13-ലാണ് ഈ ഡാറ്റ കണക്ട് ചെയ്തിരിക്കുന്നത് ESPയുടെ. നിങ്ങൾ ഏതിലാണ് കണക്ട് ചെയ്യുന്നത് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് LED 287 ഞാൻ കട്ട് ചെയ്ത് ചാറ് പോലെ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു LED കട്ടായി പോയി. അതുകൊണ്ടാണ് ഞാൻ 288 എന്നുള്ള ഒരെണ്ണം കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് 287 എന്ന് കൊടുത്തത്. നിങ്ങൾ എത്ര LED വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം 13ാമത്തെ പിന്നിലാണ് ഞാൻ ഡാറ്റ കൊടുത്തത്. ഏത് പിന്നാണോ കണക്ട് ചെയ്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തോളൂ. ഇത് അഡ്രസ്സിംഗ് ആണ്. ഓരോ LEDക്കുള്ള അഡ്രസ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ESP മാനേജ് ചെയ്തോളും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിയേണ്ടതില്ല. ഇത് പല സെഗ്മെന്റ് ആയിട്ട് തിരിച്ചും ഒക്കെ കൊടുക്കാം. സ്പേസിങ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്ലേ ചെയ്താൽ മതി. സോഫ്റ്റ്വെയറിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ആദ്യത്തെ 1 ഇടവിട്ട് LED കത്തണോ, സ്പേസിങ് 4 കൊടുത്താൽ ഓരോ 4 LED കഴിഞ്ഞിട്ട് കത്തും. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഈ സോഫ്റ്റ്വെയർ അതെല്ലാം ഹാൻഡിൽ ചെയ്തോളും. നമുക്ക് അതിനെപ്പറ്റി ഏത് കളർ വേണം, RGB LED ആയതുകൊണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എഫക്ട്സ് സെലക്ട് ചെയ്യാം. പിന്നെ പ്രീസെറ്റിനകത്ത് പല പല ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കണ്ടിന്യൂസ് റൺ ചെയ്യാനൊക്കെ ആയിട്ട് പ്ലേ ലിസ്റ്റിനകത്ത് ഇട്ട് കൊടുത്താൽ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് നോക്കി ഓപ്ഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LED-യുടെ എണ്ണത്തിനനുസരിച്ചും കറന്റിനനുസരിച്ചുള്ള പവർ സപ്ലൈ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പവർ സപ്ലൈ അല്ലെങ്കിൽ ഓവർലോഡ് ആയാൽ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. SMPS ആയതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള പവർ സപ്ലൈ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെലക്ഷൻ ആയത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ LED ഒരു കട്ട് ചെയ്ത് സ്റ്റാറിന്റെ രൂപത്തിലാക്കി, സമയമായതുകൊണ്ട് സ്റ്റാറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കാർഡ്ബോർഡിനകത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിന്റെ ESPയും SMPSഉം ഇതിന്റെ പുറകിൽ ഹൈഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തു പുറകിൽ ഹൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് LED എല്ലാ കളറിലും മാറി മാറി ചേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഞാനിപ്പോൾ ബൗൺസിങ് മോൾ എന്നൊരു സെലക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ മോൾ ബൗൺസ് ചെയ്യുന്നത് പോലെ LED മാറി മാറി കത്തും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.